ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതാണോ അധികം താല്പര്യം ഇപ്പൊ കാണിക്കുന്നത്? അല്ല, സിനിമയിൽ ആരും വിളിക്കുന്നില്ല, അഭിനയിക്കുന്നില്ല. സീരിയൽ വിളിക്കുന്നു, അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ അഭിനയം നമ്മൾ എവിടെ പോയാലും ഒന്നാണ്. ഇത് ബിഗ് സ്ക്രീൻ ഓർ സ്മോൾ സ്ക്രീൻ നല്ല ഒരു വ്യത്യാസമൊന്നുമില്ല. അഭിനയിക്കാൻ എവിടെ വിളിച്ചോ പോകുന്നു, നമ്മൾ അഭിനയിക്കാൻ ഇറങ്ങിയ സ്ഥിതിക്ക്. അതെ അതെ. ഇപ്പോ സീമ ചേച്ചി അഭിനയിക്കുന്ന സമയത്തൊക്കെ കുറേ മലയാള സിനിമ തന്നെ ഒരുപാട് ആർട്ട് ഫിലിം മാതിരിയോ ഒരു അത്രയ്ക്കധികം ഒരു കമേഴ്ഷ്യൽ ഫ്ലേവർ ഇല്ലാത്ത പടങ്ങളായിരുന്നില്ലേ? അല്ല, കമേഴ്ഷ്യൽ ആയിരുന്നു. വളരെ കുറച്ചാണ് ആർട്ട് ഫിലിം ആയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ആറൂഢം, അങ്ങനെ കുറച്ച് പടങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അഭിനയിച്ച ഒരു ഇത് കുറച്ച് പടങ്ങൾ ഒരുപാട് കമേഴ്ഷ്യൽ ആയിരുന്നു. ഒരുപാട് കമേഴ്ഷ്യൽ ആയിരുന്നു. അതായത് കല്യാണത്തിന് മുമ്പ് 4-5 സോങ് ചെയ്യും, 10 സീൻ ഉണ്ടാവും. എല്ലാവർക്കും ഡേറ്റ് കൊടുക്കുന്ന ഒരു 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 7 ദിവസം. 7 ദിവസത്തിൽ ചാകര എന്ന് പറഞ്ഞ പടം തീർത്തിട്ടുണ്ട്. 7 days. അത് ഹീറോയിൻ 2-3 സോങ് ഉണ്ട്. ഹീറോയിനാണ് ജയേട്ടനും ഞാനുമാണ്. 7 ദിവസത്തിൽ ആ പടം തീർത്തിട്ടുണ്ട്. അങ്ങനെയാണ്. അതായത് 3 years കണ്ടിന്യൂഷൻ 25 പടം ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. കണ്ടിന്യൂസ് ആയിട്ട് 3 years. അപ്പൊ അധികം കമേഴ്ഷ്യലാണ് ചെയ്തത് എന്നുള്ള സ്ഥിതിക്ക്. പക്ഷെ ആർട്ട് ഫിലിംസും ചെയ്തിട്ടുണ്ട്. ആർട്ട് ഫിലിംസ് അത്രയൊന്നും ചെയ്തിട്ടില്ല, അത് ഞാൻ സമ്മതിക്കില്ല. ബിക്കോസ് 340 പടം എന്താ ചെയ്തിട്ടുണ്ട്. അതിൽ ആർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ. ആ പടം 1-2 പടമല്ലേ ഉള്ളൂ. അല്ല, ചില പടങ്ങളൊക്കെ കാണുമ്പോൾ അത്രയ്ക്ക് കമേഴ്ഷ്യൽ അല്ലാത്ത പടങ്ങൾ ലൈക്ക് അനുബന്ധമൊക്കെ ഇറ്റ് ഇസ് നോട്ട് എ കമേഴ്ഷ്യൽ ഫിലിം. അത് അത്രയും ആർട്ടും അല്ലല്ലോ, ആർട്ട് ഫിലിം അല്ല. ഇറ്റ്സ് എ ഫാമിലി മൂവി. ആക്ഷൻ ഓറിയന്റഡ് അല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ഗ്ലാമറസ് സോങ്സോ. വാസു സാറിന്റെ പടം സ്ക്രിപ്റ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ്, ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റ് ഞാനാണ്. അത് എനിക്ക് ഒരു ക്രെഡിറ്റ് ഉണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് മാറിയില്ലേ? ഒരുപാട് പാട്ടുകൾ വരുന്നു, തമിഴ് സോങ്സ് മാതിരി, തെലുഗു സോങ്സ് മാതിരി മലയാളത്തിലും ചെയ്യുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ ആ ഒരു ചേഞ്ച് ഓവർ എങ്ങനെയാണ്? അല്ലാതെ ചില തമിഴ് പടങ്ങൾ അവിടെ നന്നായിട്ട് ഓടുന്നുണ്ട്. അവിടെ ഇപ്പം വിജയിന്റെ പടങ്ങളൊക്കെ നല്ലോണം ഓടുന്നുണ്ട്. അപ്പം ആ സ്റ്റൈലിൽ തന്നെ എടുത്താൽ എന്താന്നുള്ള ഒരു തോന്നലായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഞാൻ മൂവി ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് അറിയില്ലായിരിക്കും. ചെയ്യാന്ന് വെച്ചാൽ 2 years ആയി ഞാൻ ചെയ്തിട്ട്, 2-3 years ആയി. അപ്പം അതുകൊണ്ടായിരിക്കും. അല്ലാതെ നിങ്ങൾ ഡീപ്പായിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ കുഴയും. ഇപ്പോൾ ഉള്ള ലേഡി ആർട്ടിസ്റ്റിൽ സീമ ചേച്ചിക്ക് തോന്നുന്നത് ആരാണ് ഒരു നല്ല ആർട്ടിസ്റ്റാണ് നമ്മളെ മാതിരി? ആ സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് എന്തറിയോ, ഇപ്പം വരുന്ന കുട്ടികളൊക്കെ കൊച്ചു കുട്ടികളാണ്. അപ്പം എല്ലാവരും എനിക്ക് അനുവിനെ കാണുന്ന ഫീലിംഗ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ആ കുട്ടികളെ പറയാൻ എനിക്ക് യാതൊരു ഇതുമില്ല. വെച്ചാൽ എല്ലാവരും കാണുമ്പോൾ അനുവിൻ്റെ പ്രായമൊക്കെയാണ്. അപ്പം അവർ നമ്മൾ അങ്ങനെ കുട്ടികളല്ലേ, കൊച്ചു കുട്ടികളല്ല, വരണം, അവരൊക്കെ വരണം, എൻകറേജ് ചെയ്യണം. അല്ലാതെ പാവങ്ങള് കുട്ടികളല്ല. ഒരു കോമ്പറ്റേറ്റീവ് ട്രെൻഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴൊക്കെ ലക്ഷ്മി അമ്മയും ശ്രീവിദ്യ ചേച്ചിയും സീമ ചേച്ചിയും, യു ഓൾ ഹാഡ് ജയഭാരതി ചേച്ചിയും ലൈക്ക് യുനോ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആർട്ടിസ്റ്റ് ആയിരുന്നേ. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അപ്പോഴും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്നുള്ള പറയാൻ ഒക്കില്ല. ബിക്കോസ് മലയാളം ചെയ്തതുകൊണ്ടായിരിക്കും എല്ലാവരും ഒരു ഫാമിലി ആയിട്ടാണ് ഒരു ഫീൽ ചെയ്തത്. എപ്പോഴും അറിയാലോ, വർക്ക് ചെയ്തിട്ടില്ലേ, എല്ലാം നമ്മൾ എത്ര പടം എല്ലാം ഫാമിലി ആയിട്ടാണ് ഇരുന്ന് അവിടെ ചാപ്പാട് കഴിച്ച് അവിടെ കിടന്ന് ആരും മസിൽ പിടിച്ച് ആരും ഇങ്ങനെ പോസും കൊടുത്ത് ഇരിക്കൂല. മേ ബി അതൊക്കെ ആയിരിക്കാം, കോമ്പറ്റീഷനായിട്ട് എടുക്കാൻ പറ്റൂല. ഇപ്പം ഞാൻ തന്നെ ശശിയുടെ പടം ചെയ്യുമ്പം ഞാനുണ്ടാവും, ഊർവശി ഉണ്ടാവും, നളിനി ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇത് ആരെങ്കിലും ഒരാൾ മസിൽ പിടിച്ചാലും കുഴപ്പമുണ്ട്. ശരിയാണ്. അപ്പൊ ഈ വൈകുന്നേരം ആയാലുണ്ടല്ലോ, അറിയില്ല, മമ്മൂട്ടിന്റെ വൈഫ് ഞങ്ങൾ എല്ലാവരും എൻ്റെ മുറി കയറിയിരുന്ന 10 പേരും ഒരു കളി കളിക്കും, ബൊക്കേറോന്നും പറഞ്ഞൊരു കളി കളിക്കും. ഇങ്ങനെയൊക്കെയാണ്, ജോളിയായിരുന്നു. അല്ലാതെ ഇതിൽ ആരും മസിൽ പിടിച്ചിട്ട് കയറിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതിനോണ്ട് ഞാൻ അത് കോമ്പറ്റീഷൻ ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ ഒക്കില്ല. ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഫ്രം യുവർ സൈഡ് അതൊരു കോമ്പറ്റീഷൻ മാതിരി എടുത്തിട്ടില്ല, ഞാൻ എടുക്കൂല. ഇവൻ അന്നും എടുക്കാറില്ല, ഇന്നും എടുക്കാറില്ല. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും. അതേമാതിരി ഒരു ഹീറോയിനായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ ഒരു ക്യാരക്ടർ റോൾ ചെയ്യുക
എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രം കണ്ടിട്ടുള്ളതാണ് ഞാൻ. തമിഴിൽ കണ്ടിട്ടില്ല, തെലുഗുവിൽ കണ്ടിട്ടില്ല, ഹിന്ദിയിലും കൂടി അത്രയ്ക്ക് കണ്ടിട്ടില്ല. ഇപ്പൊ ചെയ്യുന്നുണ്ട് ചിലര്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആ ഒരു ധൈര്യം എങ്ങനെ വന്നു? ആർക്ക്? ചേച്ചിക്ക് കുറെ പ്രൊഡ്യൂസറും ഡയറക്ടറും അല്ലേ ചോദിക്കണ്ടേ? യെസ് പറയണത് അല്ല, അങ്ങനെയല്ല. മിക്കവാറും ചെയ്തത് ശശിയേട്ടന്റെ പടമാണ്. റെക്കോർഡ് 55 പിക്ചേഴ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ, ഒരു ആർട്ടിസ്റ്റ് ഒരു ഡയറക്ടറിന്റെ താഴെ. അപ്പം അതൊരു ക്രെഡിറ്റ് അല്ലേ എനിക്ക്. ഹസ്ബൻഡ് ആയതുകൊണ്ട് ഹസ്ബൻഡ് വേറെ ഭാര്യയാണെന്നും പറഞ്ഞ എല്ലാ പടത്തിലും പിടിച്ചിട്ടാല് പടം ഓടണ്ടേ, ആരെയും കാണണ്ടേ? അങ്ങനെ ബോണസ് എന്ന് വെച്ചാൽ നല്ല ആർട്ടിസ്റ്റും കൂടിയാണ്, അതുകൊണ്ടായിരിക്കും. അല്ലാതെ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗേ വന്നിട്ടില്ല ഇത് ഹീറോയിൻ ഓറിയന്റൽ സബ്ജക്റ്റ് ആണെന്ന്. അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എന്നുവെച്ചാൽ അതൊരു മനസ്സിൽ അങ്ങനെ ഒരു ഇത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ആദ്യം സീമ ചേച്ചി ഒരു ഡാൻസിന്റെ ഇതിൽ നിന്നല്ലേ വന്നത്? അത് എത്രമാത്രം ചേച്ചിക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരുന്നു? ഹെൽപ്ഫുൾ ആയെന്ന് വെച്ചാൽ ഈ ഡാൻസിൽ ഉള്ളപ്പം തന്നെ ഞാൻ എല്ലാവരുമായിട്ടും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് എല്ലാവരുമായിട്ടും പെരുമാറും, ആരും ഒന്നും ഇതാവൂല ഞാൻ. അത് ഞാൻ ഹീറോയിൻ ആയപ്പം ഇനിയും എനിക്ക് തോന്നി, ബിക്കോസ് ആരും നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. എന്നും ആരും ഒരു പ്രൊഡക്ഷൻ ആയാലും ശരി, ഒരു മേക്കപ്പ് ആയാലും ശരി, ഒരു ലൈറ്റ്മാൻ ആയാലും ശരി, എല്ലാവരുടെ അടുത്തും വളരെ താന്ന് വേണം സംസാരിക്കാനും, വളരെ പെരുമാറാനും എല്ലാം. ബിക്കോസ് നാളെ അവർ എങ്ങനെ വരും എന്നറിയില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ടച്ചപ്പ് മാൻ ആയിരുന്നു MA രത്നം, ഇന്ന് വലിയ പ്രൊഡ്യൂസറാണ്. അപ്പം ആ ഒരു രീതി വരെ ഈ ഒരു രീതി AM രത്നം അല്ലേ? സോ അങ്ങനെയാണ് ബേസ്. അഭിനയത്തിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു? അല്ല, ഇതൊക്കെയാണ് എന്റെ ഹെൽപ്പ്. എനിക്ക് ഈ ഡാൻസിലുള്ളപ്പം സകലരായിട്ട് ഞാൻ ചിരിച്ച മുഖം അല്ലാതെ എപ്പോഴും ഇതായിട്ടോ അന്നും ബന്ധമൊന്നുമില്ല എനിക്ക്. അപ്പം ആ ഒരു ഫീലിംഗ് അത് എന്നെ ഹെൽപ്പ് ചെയ്തു, കൂടുതൽ ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും, സെറ്റിൽ പോയാൽ കളിയാണ് എനിക്ക്. എല്ലാരും പറയും അയ്യോ ഇതെന്തോന്നത് വന്നപ്പാന്ന് പറയും. അങ്ങനെയായിരുന്നു, അല്ലാതെ അയ്യോ വന്നപ്പാ അങ്ങനെയല്ല. എപ്പോഴും ഒരു ചിരിച്ച ഒരു മുഖത്തോടെയാണ്. അത്രേ ഉള്ളൂ. നമ്മളെ ലൈഫ് വളരെ ഷോർട്ടാണ്, അത് നമ്മൾ നന്നായിരിക്കാൻ സ്ഥലം വിടുക. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡെസിഷൻ ഞാൻ തെറ്റായിട്ട് എടുത്തു, ഈ ഡെസിഷൻ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, കമൽഹാസൻ ഒരു പ്രാവശ്യം ഒരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു. ഒരു വണ്ടിയിലെ ഒരു ട്രെയിനിൽ കയറുന്നു, എന്തൊക്കെയോ സ്റ്റേഷൻ വരുന്നു, എല്ലാം വരും, പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ ഇറങ്ങുന്നുള്ളൂ അല്ലേ? അതുപോലെയാണ്. എന്താന്ന് വെച്ചാല് അതത് ലൈഫിൽ എന്തെന്ന് സംഭവിക്കണോ അത്. ഇതൊക്കെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന സ്റ്റേഷനൊക്കെ പോയി ഏത് സ്റ്റേഷനെന്ന് പോലും നമ്മൾ മറന്നു പോകും. പക്ഷേ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തിന് മുമ്പ് എന്താന്നുള്ളത് നോക്കണം, നോക്കിയേ പറ്റൂ. അത് നല്ലതാണെന്നാണ് എൻ്റെ വെച്ചാൽ, എന്നാലേ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം നമുക്കറിയുള്ളൂ. ഭയങ്കര ഫിലോസോഫിക്കൽ ആണോ? ചുമ്മാ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വരുന്നേ ഉള്ളൂ, അതിനെ കുറിച്ച് ആലോചിക്കാറൊന്നുമില്ല, തലപുണ്ണാവും. എപ്പോഴും ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കണതുകൊണ്ടായിരിക്കും അല്ലേ ഒരു യൂത്ത്ഫുൾ ആയിട്ട് തോന്നിക്കണം? അതെ, എനിക്ക് എപ്പോഴും ചിരിക്കണം, മൂടോട്ടോ അങ്ങനെയൊന്നും ആവാൻ പാടില്ല, ഇഷ്ടമല്ല എനിക്ക്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയാറുള്ള പെർഫോമൻസസ് കാണുമ്പോൾ സീമ ചേച്ചിയുടെ ഒരു ഇമോഷണൽ പെർഫോമൻസസ് ഭയങ്കര ഇന്റൻസിറ്റി എനിക്ക് തന്ന ഒരു കഴിവാന്ന് പറയാം. പിന്നെ ശശിയേട്ടൻ എൻ്റെ ഗുരു, എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്. ചില ഷോട്ടിന് മുമ്പ് വരെ ഹെവി സീനാണ്, പ്രിപ്പയർ എന്തോന്ന് കളിച്ചോണ്ടിരിക്കുന്നതെന്ന് പറയും. പക്ഷെ ഷോർട്ട് ആകുമ്പോൾ ഞാൻ അങ്ങനെ അവർ പറഞ്ഞ് ഞാൻ അഭിനയിക്കുന്നത്, അത് ദൈവത്തിന്റെ ഒരു കഴിവാണ്. പിന്നെയും ഇനിയൊരു ജന്മം എടുക്കുമ്പോൾ ഈ സീമ ചേച്ചിയായിട്ട് തന്നെ ഇതേ പ്രൊഫഷൻ തന്നെ എടുക്കുമോ? ജന്മമേ വേണ്ട എന്നാണ് എൻ്റെ പ്രാർത്ഥന. മതി മതി, ഈ ജന്മം മതി, ഇതിലിരുന്നതൊക്കെ ജീവിച്ചതൊക്കെ മതി, ജന്മം വേണ്ട. അടുത്ത ജന്മത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് വേണ്ട, മതി.